നമസ്കാരം, ഞാൻ മൃണാൾ. നമുക്ക് ജോലിക്ക് വേണ്ടി പല രാജ്യങ്ങളിലും പോകേണ്ടി വരികയും താമസിക്കേണ്ടി വരികയൊക്കെ ചെയ്യാറുണ്ടല്ലോ. പല രാജ്യം എന്ന് പറഞ്ഞാൽ കർണാടക ഒരു രാജ്യമാണ്, തമിഴ്നാട് ഒരു രാജ്യമാണ്, അതുപോലെ ഇറ്റലിയും ബാങ്കോക്കും ഒക്കെ ഓരോ രാജ്യങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ആർമാദിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് തോന്നും നാടൻ ഭക്ഷണം കഴിക്കാം, നമ്മുടെ നാടിൻ്റെ ഭക്ഷണം. അങ്ങനെ ബാങ്കോക്കിലെ കുറേ ദിവസത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കാമെന്ന്. തപ്പി കണ്ടുപിടിച്ച് ഒരു തമിഴ് റെസ്റ്റോറൻ്റാണ്, എന്നാലും സാമ്പാറും തൈരും ചോറും ഒക്കെ ഒരാഗ്രഹം സാധിക്കണമല്ലോ. പക്ഷേ ദുരന്ത ലവ് സ്റ്റോറി ആയിപ്പോയി. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. എന്തായാലും ഇന്ത്യൻ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ കേരള ഭക്ഷണം കഴിക്കണം എന്നുള്ള മോഹമായിട്ട് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് നടക്കില്ല, ആ ആഗ്രഹം മാറി കിട്ടി. ഞാൻ നടന്നാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഗേറ്റ് അടക്കുകയാണ്. ട്രെയിൻ കാണാനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ് ആളുകൾ. അങ്ങനെ ട്രെയിനുകളിലും സ്കൂട്ടറുകളിലും ഒക്കെ സഞ്ചരിക്കുന്നു. പിന്നെ നമ്മുടെ നാട്ടിലുള്ള വേറൊരു പരിപാടി, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. അവിടെ ഇങ്ങനെയാണ്, ട്രെയിൻ പോവാൻ കാത്തു നിൽക്കും സ്കൂട്ടർ കുത്തിക്കയറ്റാൻ. MLA-മാരും MP-മാരൊക്കെ എൻ്റെ വകയാണ് എന്ന് പറഞ്ഞ് ചില ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് കാണാമല്ലോ നമ്മുടെ നാട്ടിൽ. ഇതും അതുപോലെ തോന്നി. അവിടെ ഇരിക്കാൻ പറ്റില്ലെന്നേ, ഭയങ്കര ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള 2 പൈപ്പാണ് അവിടെ ഉള്ളത്. തായ്ലാൻഡിൽ ഡ്രഗ്സ് ഭയങ്കര പ്രോമിനൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ആ കാറ് കാണുമ്പോൾ ഒരു ഡ്രഗ് ഡീലറെ കാറ് പോലെയുണ്ട്. അങ്ങനെയുള്ള അപൂർവം വണ്ടികൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ കൊറോളയാണ് ദേശീയ വാഹനം, ഇന്നോവയും ടാക്സി അടക്കം ടൊയോട്ടയുടെ വണ്ടികളാണ്. ഇവിടെയുള്ള ബോർഡുകളൊക്കെ പൊതുവേ ഇവരുടെ ഭാഷയിലായിരിക്കും, ഒന്ന് കണ്ടുപിടിക്കാൻ പാടാണ് സെൽഫ് ഡ്രൈവിംഗ് ആണെങ്കിൽ. 2 വീലറിനുള്ള സർക്കസിൽ നമ്മുടെ നാട്ടിലെ ചെക്കന്മാരെ കാട്ടത്തി വെട്ടും, ഓട്ടോറിക്ഷയൊക്കെ അലങ്കരിച്ച് തകർത്ത് വെച്ചേക്കാണ്. 2 വീലറുകൾ റോഡിൻ്റെ നടുവിൽ പാർക്ക് ചെയ്യുക, അവിടുന്ന് 4 ദിശയിലേക്കും പോകാൻ റെഡിയാവുക, ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള ഗ്യാപ്പ് കൊടുക്കാതിരിക്കുക, ഇതൊക്കെ അവിടെയുള്ള ആളുകളും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ ഉള്ളത്. അതെനിക്ക് തോന്നുന്നത് 2 വീലറുകൾ ധാരാളം ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഒരാളുടെ മുന്നിലെത്തുക വേറൊരാളുടെ മുന്നിലെത്തുക അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ 2 വീലർ ഉപയോഗിച്ചിരുന്നൊരു കാലമുണ്ട്, കുറച്ചു കാലം മുമ്പ്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മൃഷ്ടാന്ന ഊണ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോയ ഞാൻ അത് കൊളായത് കാരണം ഈ ഒരു കഫേയിൽ വേറൊരു ദിവസം പോകാൻ പ്ലാൻ ചെയ്ത കഫേയാണ്, ഇന്ന് പോകാൻ തീരുമാനിച്ചു. നമ്മൾ മെനു നോക്കിയ 2 ഗുണം. ഇങ്ങനെ ചില കാഴ്ചകൾ കാണാം. അവർ വിചാരിക്കും നമ്മൾ മെനു നോക്കുകയെന്ന്. ഈ പറങ്ങി മുറിച്ചിട്ട് എൻ്റെ കൂടെ വെള്ളവും കൂടെ തന്നപ്പോഴേ ഞാൻ സംശയിക്കണമായിരുന്നു. പക്ഷെ ഞാൻ മണ്ടനാണല്ലോ, സംശയിച്ചില്ല, എടുത്ത് കഴിച്ചു, തീരുമാനമായി. അത് ഫിഷ് സോസ് ബേസ് ചെയ്തൊരു ഡിപ്പായിരുന്നു. ഇവൻ ചിക്കനാ. തക്കാളി, കക്കിരിക്ക, ഇത് രണ്ടുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ചിക്കൻ്റെ കൂടെ. അതിൽ നമ്മൾ ആ കക്കിരിക്ക കടിക്കുമ്പോഴുള്ള ഫ്രഷ്നെസ് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തക്കാളി തരുന്ന ഒരു ഫ്ലേവർ, ഒരു മധുരമുള്ള പുളിയാണല്ലോ തക്കാളിക്ക്. ഇത് തായ്ലൻഡുകാരുടെ ക്ലാസിക് ഗ്രീൻ ചിക്കൻ കറിയാണ്. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ചില പ്രത്യേകതയൊക്കെ ഉണ്ട്. ഈ ഓംലെറ്റിൻ്റെ അടിയിൽ ചോറാകുന്നു. ഗ്രീൻ ചിക്കൻ കറി വളരെ റിച്ച് ആയിട്ടുള്ള ഫ്ലേവറാണ്, പക്ഷേ ഒരു പുളിപ്പുണ്ട്. ഇവനാണ് വില്ലൻ. പ്രത്യേകതയുള്ള പുളിപ്പാണ്. ഓരോന്നിനും ഓരോ പുളിയല്ലേ. ലൈമിനൊരു പുളി, തക്കാളിക്കൊരു പുളി, മോരിനൊരു പുളി, അങ്ങനെയാണല്ലോ. ഈ ഗ്രീൻ പീസ് സോസിലിട്ടിട്ട് ഇൻഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സർപ്രൈസിങ് ആണ് ഇത് കഴിക്കുമ്പോൾ. അതിനകത്ത് വരുന്ന ഫ്ലേവേഴ്സ് വൻ സംഭവമാണ്. വേറൊരു കാര്യം കൂടി ഉണ്ടായി. ആ ഒറ്റയ്ക്ക് എന്നെ നോക്കിയിരുന്ന പെൺകുട്ടി നീ ഫ്ലേവറും പറഞ്ഞുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. അതെ, പക്ഷേ അതിനേക്കാൾ രസമുള്ള കാര്യങ്ങൾ വേറെ ചെയ്യാറുണ്ടേ. തായ് സൂപ്പർ മാർക്കറ്റിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്, ചൂടാക്കി കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് ഡിഷുകൾ കിട്ടും. അതിൽ പ്രധാനപ്പെട്ടതാണ് സാൻഡ്വിച്ചുകൾ. ഇതേ കണ്ട റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എടുത്ത് വായിച്ചാൽ ഒരു പിടിയും കിട്ടൂല, കംപ്ലീറ്റ് അവരുടെ ഭാഷയായിരിക്കും. അതിൻ്റെ പുറകിലോ സൈഡിലോ ഒക്കെ വായിച്ചാലും ഒരു പിടിയും കിട്ടില്ല. കുറേ അക്കങ്ങളും അക്ഷരങ്ങളും കാണാൻ നല്ലാണ്ട് എന്താണെന്ന് ആർക്കും അറിയില്ല. എനിക്കറിയില്ല. നമ്മുടെ ഫൈസലിൻ്റെ ചെരുപ്പ് കട പോലെ ഉണ്ടല്ലേ. 250 രൂപയേ ഉള്ളൂ. 250 ഇന്ത്യൻ രൂപ. വിവിധ തരത്തിൽ, വർണ്ണത്തിൽ, ഭാവത്തിൽ. ഇനിയിപ്പോൾ യോഗ്യന്മാരായിട്ടുള്ള ചെരുപ്പ് കട മുതലാളിമാർക്ക് തായ്ലൻഡിൽ പോകാൻ ഒരു കാരണം കൂടെ ആയല്ലോ, അവിടുന്ന് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ. വഴിയോര വാണിഭം ധാരാളമായിട്ട് കാണാം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നഗരങ്ങളിൽ. മിക്കവാറും എല്ലായിടത്തും ചെരുപ്പ് മുതൽ വെജിറ്റബിൾസ് മുതൽ ഇത് പോണ്ടി ബസാറിൽ കാണുന്ന പോലുള്ള ബാഗ്സ്, വാഴപ്പഴം തമിഴ്നാട്ടിലൊരു റെഗുലർ സീനാണ്. ഈ സ്ത്രീക്ക് ഇത് വീഡിയോ എടുത്ത് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഓടി രക്ഷപ്പെട്ടേക്കാം. ഇവിടെ ഒരു സാധനം വിൽക്കുന്നുണ്ട്, ഇലയിൽ പൊതിഞ്ഞ് പാക്കറ്റാക്കി വെച്ചിരിക്കുക. നമ്മൾ ഓർഡർ ചെയ്താൽ അത് ചൂടാക്കി തരും. അതിനകത്ത് റൈസും മീറ്റും സ്റ്റഫ് ചെയ്തൊരു സാധനമാണ്.
അത് രാത്രി വിശക്കുമ്പോൾ കഴിക്കാം. ഈ വക കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ കൂട്ടി പൊതിഞ്ഞ് വെച്ച് അവർ പോവും. രാത്രിക്ക് എല്ലാ നിരത്തുകളും ഫ്രീ ആവുന്ന സമയത്ത് അതിൻ്റെ ആളുകൾ വന്നിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇതാണ് കൊറോള ടാക്സി. എനിക്ക് ഒരു നദി ക്രോസ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള അവസാനത്തെ ബോട്ട് ഇപ്പോൾ പോകും. അപ്പോൾ നടന്ന ചിലപ്പോൾ എത്തിയെന്ന് വരില്ല. ഇത് ഹോട്ടൽ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ് രാത്രിയത്തെ ബാങ്കോക്ക്. ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ എന്നെ ധാരാളം ആകർഷിച്ചുകൊണ്ട് എയർപോർട്ടിലേക്കുള്ള യാത്ര ഓട്ടോയിലാക്കാന്ന് ചോദിച്ചു. ഇവർ തമ്മിൽ എന്തോ കൊടുക്കൽ വാങ്ങലുണ്ട്. ഇതുപോലെ ഡോണോ മറ്റോ ആണോ. ഇവിടുത്തെ ഓട്ടോക്കാരും ഓട്ടോറിക്ഷകളും ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. ഡിസൈൻസിൽ ചില വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സും വിലപേശലുകൾ, അതുപോലെ തന്നെ ഓട്ടോ അലങ്കരിക്കൽ ഒക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഓട്ടോനേക്കാളും ഭയങ്കര ഫാസ്റ്റാണ് ഇവിടുത്തെ ഓട്ടോ. ഫുട്പാത്തിലൊക്കെ ഇട്ട് പല കച്ചവടവും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്, ഗവൺമെൻറ് അംഗീകരിച്ചതാണോ അതോ ഇല്ലീഗലാണോ ഒന്നും അറിയില്ല. ഇവർ വേറെ ഏതോ ഓട്ടോ ഏറ്റിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരണം, നല്ല സ്പീഡില്ല. നിരത്തിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് അയാൾ തിന്നുന്നത്. സ്വന്തമായിട്ടൊരു കട പോലും ഇല്ല. ജീവിക്കാൻ പഠിച്ച മനുഷ്യന്മാർ തന്നെ. ഇതും ഒരു ബ്രിട്ടീഷ് രീതി പോലെ തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പല സ്ഥലത്തും. കൊളംബോയിലൊക്കെ ഇങ്ങനെയാണ്. എയർപോർട്ടിൽ ഓൾമോസ്റ്റ് എത്തി. ഇവിടെ ഒരു മെക്ഡൊണാൾഡ്സ് ഉണ്ട്, ഇല്ല സമയമില്ല, പോകണം. അതുപോലെ എത്ര പ്ലാറ്റിനം മെമ്പർ ആയാലും എന്തായാലും ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെക്ക് ഇൻ ചെയ്യുന്നത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല.